സഹോദരി കലാസ്നേഹികളെ, ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ഒരു വീഡിയോ തുടങ്ങുന്നത്. എന്റെ ഈ പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ആദ്യം ഇട്ടത് OG സ്ട്രൈക്ക് എന്നവർ ടേക്കൺ ഡൗൺ ചെയ്തു പോയി. ഇത് സെക്കൻഡ് വീഡിയോ ആണ്, ഇത് റീ അപ്ലോഡ് ആണ്. അപ്പം കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഞാൻ റീ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സ്ട്രൈക്ക് വന്നാൽ ഈ വീഡിയോ ഉടനെ തന്നെ പോകും. അപ്പം കാണാത്തവർക്ക് വേണ്ടി ഞാൻ റീ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ആരംഭിക്കാം. സഹോദരി കലാസ്നേഹികളെ, ദ വേൾഡ് ഗവൺമെന്റ് ഇലുമിനാട്ടിക്ക് ശേഷം ഒരു സിംബൽ കാണുന്നുണ്ട് ഞങ്ങൾ ഇലുമിനാട്ടി. ഇപ്പൊ നിലവിൽ സിനിമക്കാർ എടുത്തിട്ട് തലങ്ങും വിലങ്ങും അലക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങ് ജപ്പാനിലെ നൊട്ടോറിയസ് ഗാങ്സ്റ്റർ ഗ്രൂപ്പ് യക്കൂസ വന്ന് ഇവിടെ ഇപ്പൊ കക്കൂസി പോയാലും അവിടെ ഒരു യക്കൂസ ഉള്ള പോലെയാണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലായിടത്തും അവരുടെ പ്രവാഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരൊറ്റ കാര്യം പറയാം സുഹൃത്തുക്കളെ, ഇവർക്കൊരിക്കലും ഒരു സൂപ്പർ ഹീറോ മൂവി എടുക്കാൻ സാധിക്കില്ല. കാരണം ഇവരുടെ നോർമൽ ഹീറോസ് പോലും സൂപ്പർ ഹീറോയെക്കാളും അതിശക്തനല്ലേ. ഇനി നമുക്ക് സിനിമയിലേക്ക് വന്നാൽ നോക്കൂ, ഈ സിനിമയുടെ ഇൻട്രോ ആൻഡ് ടൈറ്റിൽ കാർഡ് അതിഗംഭീരമായിരുന്നു. ഈ സിനിമയിലെ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ആർട്ട് വർക്ക്, ഡയറക്ഷൻ, എല്ലാ വിധത്തിലുള്ള ടെക്നിക്കൽ ടീംസ്, സ്റ്റണ്ട്, പക്ഷെ അതിനെയൊക്കെ പറയിപ്പിക്കുന്ന ഒരു ഒറ്റ കാര്യമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. സുഗൈസ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാൻ ലോക മഹായുദ്ധം കഴിഞ്ഞ് തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന സമയത്ത്, നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബൊക്കെ വീണ സമയത്ത് അവിടെ യക്കൂസ ഗ്യാങ് വളരെ ശക്തമായി വളർന്നു വരികയാണ്. ബട്ട് അവർക്കെതിരെ റെബല്യസ് ആയിട്ട് വേറൊരു ഗ്രൂപ്പുമുണ്ട്, ദ റെഡ് ഡ്രാഗൺ ഗ്രൂപ്പ്. ഒരു ഉച്ച സമയത്ത് യക്കൂസ ടീം വന്ന് റെഡ് ഡ്രാഗണിലെ എല്ലാവരും വെട്ടിച്ചായ്ക്കുകയാണ്. എന്നിരുന്നാലും ഒരുത്തൻ മാത്രം രക്ഷപ്പെടും. അതാരാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ ജപ്പാൻ അപ്പൂപ്പന്റെ വാക്കുകളിലൂടെ ആദ്യം തന്നെ തള്ളു തുടങ്ങുകയാണ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ഇനി നമ്മുടെ ജപ്പാനിലെ സ്ഥിതിവിശേഷങ്ങൾ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ കൂട്ട പലായനം ചെയ്യുകയാണ്. അപ്പൊ 2 പെട്ടി നിറയെ സ്വർണവുമായി ഇവർ രണ്ടുപേരും അവിടെ നിന്ന് കടന്നു വന്ന് ബോംബെയിൽ പോയി ഒരു വലിയ പോർട്ട് തുടങ്ങാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഇവരൊരു ഷിപ്പിൽ കയറി യാത്രയാകുമ്പോൾ അതിനകത്ത് കുറെ കൊള്ളക്കാർ വന്ന് ആ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടേക്ക് നമ്മുടെ യക്കൂസ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന നായകന്റെ ചെറുപ്പകാലം കാണിക്കുകയാണ് ഗൈസ്. ഈ കഥ മുഴുവനും പഴയ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഈ സമയത്തുള്ള ഇൻട്രോയും ഫൈറ്റും ബീജിയും എല്ലാം ഒരേ പൊളിയായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ മുഴുവൻ സിനിമയിലും പവൻകാരു കാണിച്ചതിനേക്കാളും വളരെ നല്ലതായിരുന്നു ഈ ഒറ്റ സീനിൽ ഈ ചെറുക്കം കാണിച്ചത്. എന്തായാലും തന്റെ സ്വർണ്ണത്തെ രക്ഷിച്ച പവൻകാരുവിനോട് പ്രകാശ് രാജിനൊരു പ്രേമം തോന്നുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അവർ ഒന്നിക്കാനും തീരുമാനിക്കുന്നു. ഇനി ഇതിൽ മൾട്ടിപ്പിൾ വില്ലന്മാരുണ്ട്. ഗാരു ഇതിനകത്തൊരു ഗംഭീരനായതുകൊണ്ട് ഒറ്റ വില്ലനൊന്നും പുള്ളിക്ക് പറ്റാത്തത് കൊണ്ട് ആദ്യം സിനിമയിൽ വരുന്ന ചോട്ടാ വില്ലനാണ് നമ്മുടെ സുദേവ് നായർ. പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ആ ബോംബെ ഹാർബറിൽ കയറി അവരുടെ ഒരു കണ്ടെയ്നർ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ വിട്ടുതരണമെന്ന് പറയും. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ പ്രകാശ് രാജിന്റെ മകനാണ് അവിടുത്തെ കാവലാൾ. കണ്ടെയ്നർ പോയിട്ട് നിന്റെ കപ്പലണ്ടി പോലും ഇതുവഴി പോകില്ല എന്ന് പറയും. അവനെ അങ്ങ് വെടിവെച്ച് കൊല്ലും. സംഭവം ആ കണ്ടെയ്നർ നിറച്ച് RDX ആയിരുന്നു ഗൈസ്. ശരിക്കും ഈ 90s എല്ലാവരുടെ കയ്യിലും ഈ RDXും പൊട്ടാസ് തോക്കൊന്നും ഉള്ള സമയമല്ലല്ലോ. അതിനാൽ തന്നെ ഒരു കണ്ടെയ്നർ നിറച്ച് RDX അവർ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവൻ പ്രകാശ് രാജിന്റെ മോനെ വെടിവെച്ച് കൊന്നു കളയുന്നത്. ഇനി നമ്മുടെ സുദേവ് നായറിന്റെ തന്തയിൽ, അതായത് പ്രകാശ് രാജിന്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ആൾ, അവർ രണ്ടുപേരും കൂടിയാണ് സ്വർണം കൊണ്ട് കടന്നു പോകാൻ ശ്രമിക്കും നമ്മുടെ യങ് ഗാരു വന്ന് രക്ഷിക്കുന്നത്. ഈ മൊണ്ണ സുദേവ് നായരെ ആ മരണ വെട്ടിപ്പോയി നിന്ന് ചിരിക്കും. അപ്പൊ തന്നെ ആ പെണ്ണുപിള്ള അവിടെ നിന്നൊരു ചൂരൽ കമ്പെടുത്ത് ഇവനെ അറിയും. അത് കഴിഞ്ഞതും കലിപൂണ്ട സുദേവ് നായർ തന്തയോട് ചോദിക്കും, എന്നെ എല്ലാരും മുമ്പിട്ട് അറിഞ്ഞപ്പോ നീ ആരോടും ഒന്നും അനങ്ങിയത് പോലും ഇല്ലല്ലോടാ മോട്ട തന്തേ. അപ്പോഴാണ് അയാൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ പോർട്ടിന് വേണ്ടി സുദേവിന്റെ തന്ത എന്ത് ചെയ്തു, അവിടെ വലിയ കലാപം തന്നെ ഉണ്ടാക്കി അയാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ വരെ ശ്രമിച്ചു. പക്ഷേ KGF റോക്ക് ബോയെ പൊക്കി അടിക്കുന്ന പോലെ ഈ പടത്തിൽ 4 വാക്കിനും ഓജയ്ക്ക് വേണ്ടി ഹൈപ്പാണ് ഗൈസ്. അർജുൻ ദാസിന്റെ സൗണ്ട് വരെ കൊണ്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഈ സിനിമയിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. അതിനാൽ തന്നെ എനിക്ക് അതിനോട് വിയോജിപ്പൊന്നുമില്ല. ഒപ്പം താമന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ആകുമ്പോൾ പൊളിക്കും. പക്ഷെ ഗാരുവിനും പകരം മൊത്തം ഡ്യൂപ്പാണെന്നേ ഉള്ളൂ. മോന്ത കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഷോട്ട് തന്ത്രപരമായി ഡയറക്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ആ മരമോന്ത കാണിച്ചാലോ? ഇതേ ഭാവമാണ് മുഖത്ത്. അച്ഛൻ ചത്താലും അമ്മച്ചി പ്രസവിച്ചാലും ഒരേ ഭാവം. കേട്ടറിവിനേക്കാൾ വലുതാണ്. പോടാങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ട് ഏവനെങ്കിലും എന്റെ കയറി എന്ന് പറയും ഓജ് വലിയ ഗുണ്ടയാണെന്ന്. ഓജിയുടെ സോഴ്സ്മാൻ സ്കിൽ എന്നൊക്കെ പറഞ്ഞ ടോപ്പ് നോച്ചാണ്. ആകാശത്ത് വാള് നിർത്തി ഉറ വലിച്ചൂരും, കമ്പിന്ന് ഉറ വലിച്ചൂരും എടുക്കാനാ. ഒരു 32 പേര് ഒറ്റ ഇരിപ്പിനങ്ങ് വെട്ടിയിട്ട് ഇതെന്തോന്നും മുഖഭാവോടെ ചുണ്ടിൽ ശമ്പു വെച്ചേക്കണേ. വരൂ നമുക്ക് ഗാരുവിന്റെ കുറച്ച് സ്റ്റൈല് കാണാം. ഇന്ന് രാത്രി ചപ്പാത്തി വേണ്ടല്ലോ, ഭാര്യയുടെ പറഞ്ഞ ചോറ് മതിയല്ലോ. അന്ന് ആ പോസ്റ്റിന് വേണ്ടി നടന്ന യുദ്ധം ഗാര് ചോര കൊണ്ട് കളർ മാറ്റിയ ഷർട്ടാണത്രേ അവരവിടെ കൊടിയായി വരെ ഉപയോഗിക്കുന്നത്.
ഇനി ആ കണ്ടെയ്നറിലെ ഗൈസ്, ആ കണ്ടെയ്നർ നമ്മുടെ പ്രകാശ് രാജ് മാറ്റുകയാണ്. അത് തിരക്കിതേ നമ്മുടെ എമ്പുരാനിലെ ബൽരാജ് സിംഗ് വരികയാണ്. പുള്ളി വന്ന് കണ്ടെയ്നർ കണ്ടെത്തുമെങ്കിലും അതിനകത്ത് സാധനമില്ല, അതൊക്കെ ഓൾറെഡി മാറ്റി. അപ്പോഴത് അവിടേക്ക് ഡബിൾ ബാരൽ ഒലക്കയുമായി നമ്മുടെ സലാറിലെ ശ്രീയ റെഡ്ഡി വരികയാണ്. പുള്ളിക്കാരി ഇപ്പോഴും സലാറിൽ തന്നെ ഇരിക്കണം, മുഖമൊക്കെ മുറുക്കി പിടിച്ചേക്കണം. സംഭവം നമ്മുടെ ഓജി ഇല്ലേ ഗൈസ്, ഓജസ് ഗംഭീര 10-15 വർഷമായി ഇവരുടെ കൂടെ ഇല്ല. പുള്ളി ഇവിടെ ഒരു ചിട്ടി കമ്പനി നടത്തി പൊളിഞ്ഞ് നാട് വിട്ടിരിക്കുകയാണ്. അവസാനമായി 7 വർഷങ്ങൾക്ക് മുന്നേ തമിഴ്നാട് കുറുവ സംഘത്തിന്റെ കൂടെ ചിലർ കണ്ടു എന്ന് പറയുന്നുണ്ട്. പുള്ളി ഒരു ലോഡ്ജിൽ കയറിയിട്ട് അവിടെ കുറെ പെണ്ണുങ്ങളെ പിടിച്ചു വെച്ച് അനാശാസ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു 10-30 പേരെ അങ്ങ് വെട്ടി തീർക്കും. അന്നാ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചിട്ട് പുള്ളിയുടെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ലുലു സൂപ്പർ മാർക്കറ്റ് വരെ ഉണ്ട്. കടുത്ത ആനിമ ആരാധകനായ നമ്മുടെ ഓജസ് ഗംഭീര പലിശക്ക് കൊടുത്ത പൈസ കൊണ്ട് മൊത്തം വാങ്ങി കൂട്ടിയത് കുറെ ഡ്യൂപ്ലിക്കേറ്റ് പിച്ചാത്തിയും താലി ഭസ്മോ കേടാ. അതേത് മാങ്ക ബുക്ക്. പുള്ളി ഒരു ഡിലൂഷനിലാണ്. വൺ പീസിലെ സോറോ ആണെന്നാണ് വിചാരം. ഇവിടെ ഈ തോക്ക് കീച്ചെയിന് കൊടുത്തിടാൻ പറ്റും. അതിന്റെ മൂട്ടിൽ നോക്ക്. എന്തായാലും ബാഗ് പരിശോധിക്കുന്ന പോലീസുകാരൻ ഞെട്ടും. I have a permit for that. അയ്യോ, ആ മോന്ത നോക്ക്, എന്തോടാ ഇങ്ങനെ അമ്മങ്ങി ഇരിക്കണം. ഓജി പിടിച്ചിരുത്തിരിക്കണ റൂമിലേക്ക് കടന്നു വന്ന പോലീസുകാരൻ ഭയങ്കര നാറ്റൊന്നും പറഞ്ഞ് തിരിച്ചിറങ്ങി പോകും. സംഭവം ഒന്നുമില്ല ഗൈസ്, ഓജി എന്ന് പറഞ്ഞാലേ വേറെ ലെവലാണ്. പണ്ട് ഇങ്ങേർക്ക് ഓജിയുടെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാരും പച്ചക്ക് വെട്ടിക്കൊള്ളുന്ന കണ്ട് പുള്ളി പേടിച്ചതാണ്. ഓ പിന്നെ ഈ സ്മോക്ക് സീനൊക്കെ നമ്മുടെ വിജയണ്ണ പണ്ടേ വിട്ടേനടായി. ബട്ട് എന്നിരുന്നാലും ഈ സിനിമാറ്റോഗ്രാഫി ഒക്കെ പൊളിയാണ് ഗൈസ്. കുറച്ചേരം ഇങ്ങനെ നിൽക്കാം. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഈ പടത്തിൽ ഇദ്ദേഹത്തിന് സ്വാഗ് ഇല്ലെന്നല്ല, ഇങ്ങനെയുള്ള ഫാൻസ് ഇതൊക്കെ ഇഷ്ടപ്പെടും, ആഘോഷിക്കാനുള്ളത് കൊണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിൽ ഈ വന്താന അല്ലാതെ വേറെ ആരെങ്കിലുമാണ് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി യങ്ങായിട്ടുള്ള വേറെ ആരെങ്കിലും ആണെങ്കിൽ തിയേറ്ററിൽ നിന്ന് കത്തിയനെ. എന്തായാലും പോലീസുകാരൻ പറയും, അവൻ എങ്ങനെയും ഒന്ന് പറഞ്ഞു വിടറേ, ആ ഒരു പൊതു ശല്യമാണ്. എന്തായാലും അതാണ് അവസാനമായി ഗാരുവിനെ ഇന്ത്യയിൽ കാണുന്നത്. ശരിക്കും പ്രകാശ് രാജിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഗാരു നേരെ പോയി മോളുടെ പ്രായമുള്ള ഒരു ചിക്കനെ കറക്കി എടുത്ത് കല്യാണം കഴിച്ച് ഒരു കൊച്ചിനെ കൊണ്ടാക്കി അങ്ങനെ താമസിക്കുകയാണ് ഗാരു. അല്ല, ഇങ്ങേർക്ക് ഇത് എവിടെ നിന്നാണ് സമയം? പുള്ളി ഉച്ചയ്ക്ക് 2 മണി വരെ ഗാങ്സ്റ്റർ പണി ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ ഒന്ന് കയറും. ശേഷം പിന്നെ അവധിയാണ്, പിന്നെ പിറ്റേന്ന് ഇറങ്ങുള്ളൂ. 2 ലീവും. അതിനിടയിൽ കണ്ടില്ലേ, പുള്ളി ഇവിടെ അക്കയുടെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതാരെല്ലാം നടന്ന് ഉരുളണം. പാവം ഏതോ ഹതഭാഗ്യൻ. ഓജിയെ പറ്റി അത്ര അറിവില്ല എന്ന് തോന്നുന്നു. അതെന്താടാ ഓജി, സാരിയാ? സ്റ്റെപ്പ് ഒരു നീണ്ടു കിടക്കണ സാരിയാടാ. 2.5 കിലോമീറ്റർ നീളമുള്ള സാരിയാടാ ഓജി നീ നിന്റെ പെണ്ണുമ്പിള്ളക്ക് വാങ്ങിച്ചു കൊടുക്കണം കൊടുക്കാനായിട്ട്. ഇതെപ്പ ചുരുട്ടി തീരാനായിട്ട്? സോ ഗൈസ്, ഈ സിനിമയിലെ ഇമ്രാൻ ഹാഷിമിയാണ് നമ്മുടെ ഓജസ് ഗംഭീരക്കെതിരെയുള്ള വില്ലൻ. സത്യം പറയല്ലോ, ഇങ്ങനെ സ്വാഗൊക്കെ ഉണ്ടല്ലോ, ഒരു 1.5 സ്വാഗാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പുള്ളി ഒന്നും വേണ്ട വിധം ഉപയോഗിച്ചില്ല. കീട് സ്വാഗും സ്ക്രീൻ പ്രസൻസും ഉള്ള ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തൊലിച്ചു വെച്ചളഞ്ഞു. ഇനി ഇത് കറണ്ട് സിറ്റുവേഷനിൽ നമ്മുടെ പ്രകാശ് രാജ് ഓജസിനെ തിരക്കി വരികയാണ്. അങ്ങനെ ഓജസിനെ കണ്ടെത്തി ഭാര്യനെയും കൊച്ചിനെയും കണ്ടുപിടിക്കും. എന്നിട്ട് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നാണെന്ന് പറയും. അതേസമയം നമ്മുടെ സുധേവ് നായർ ടീം പ്രകാശ് രാജിനെ തപ്പി പുറകെ വരികയാണ്. അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരുമിച്ച് കൂടും. പക്ഷെ പ്രകാശ് നായർ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഗൈസ്. ജീപ്പിൽ കയറി രക്ഷപ്പെടുന്ന പ്രകാശ് രാജിനെ കൊല്ലാനായി സുധേവ് നായർ വെടിവെക്കുമ്പോൾ അവന്റെ തലയിൽ ഒരു ഗ്യാസ് ഊറ്റിയെടുത്ത് എറിഞ്ഞു കൊടുക്കും. ഈ പെണ്ണ് ഓണം വന്ന അപ്പ തന്നെ അവളെ വെടിവെച്ചും കൊല്ലും. മീൻവേൽ നമ്മുടെ ഇമ്രാൻ ഹാഷ്മി അഥവാ ഓമി പ്രകാശ് രാജിന്റെ വീട്ടിൽ കയറി അവിടെ മൊത്തം ആക്രമിക്കും. രക്ഷപ്പെട്ട പ്രകാശ് രാജ് ഒരു വലിയ കരിമ്പ് കാട്ടി കയറി ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. അവർ അവിടെ തീയിടുമ്പോൾ ഇവരിവിടെ വീടിന് തീയിടും. അങ്ങനെ ആകെ മൊത്തത്തിൽ തീമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാര്യയെ കാണാതെ ഒറ്റയ്ക്ക് കുഴിമന്ത് തിന്നാൻ പോയ ഓജി തിരിച്ചു വരുമ്പോ ഭാര്യ ദേഹണ്ണമായി കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു ഉഗ്രം പെർഫോമൻസ് ഉണ്ട്. എന്ത് അയാൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് സങ്കടം അഭിനയിച്ച കണ്ടില്ല? തന്റെ ഒരേ ഒരു ഭാര്യ മയ്യത്തായി കിടക്കുമ്പോ മുഖത്ത് കാണിച്ച ആക്ടിങ് നിങ്ങൾ കണ്ടില്ല? എമ്പുരാനിൽ മോഹൻലാലിനോട് കണ്ണടയ്ക്കണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇയാളോട് ഡയറക്ടർ പറഞ്ഞാണ് മുഖം ഇങ്ങനെ മൊണസാരൂ എന്ന് വെക്കാൻ പറ്റുമെന്ന്. ഗൈസ്, കുറ്റം പറയരുതല്ലോ. ഈ സമയത്തുള്ള ഫൈറ്റ്, BGM, സിനിമാറ്റോഗ്രാഫി, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം പീക്ക് ലെവൽ സാധനങ്ങളായിരുന്നു. ഗാരു ഈ വക്കീല് വിട്ടുന്ന വാളും കൊണ്ട് വരണത് ഒഴിച്ച് ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുത്തിട്ട് ചാവരിക്കണ കിളവൻ വരെ പറയും. ഇതൊരു ഇന്റർവെൽ പഞ്ച് സീനാണ്. പൊളിയല്ലേ? നേരെ തലയണ റബ്ബർ ബോൾ പോലെ തെറിച്ചു പോയത്. അല്ല, ഈ പാടത്ത് എവിടെയാണ് ഫോൺ ബൂത്ത്? പ്രകാശ് രാജിത്ത് ഏത് ഫോൺ ബൂത്ത് കയറി ഫോൺ വിളിക്കണേ എന്തോ? അന്നൊക്കെ അവിടെ മുക്കിന് പോസ്റ്റിൽ BSNL കേബിള് വലിച്ചിട്ടേക്കോടാ.
അത് ഇന്റർവൽ പഞ്ചാണ്, പോളി സാധനമല്ലേ ഗൈസ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? ദേ നോക്ക്, ഭാര്യയെ കത്തിക്കുകയാണ്. ആ സീനിൽ പോലും ഗാരു കരയൂല. ഗാരു കരഞ്ഞ ജനങ്ങളും കരയും, തിയേറ്ററും കത്തും. അങ്ങനെ ഈ പ്രശ്നത്തോടു കൂടി ഗാരു തിരിച്ചു വരികയാണ് ബോംബെയിലേക്ക്. ഓമയുടെ ആൾക്കാർ പ്രകാശ് രാജിന്റെ ഫാമിലി മൊത്തത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബോംബെയിൽ ലാൻഡ് ചെയ്തതും ഗാരു നേരെ ഈ പോലീസുകാരന്റെ അടുത്ത് വന്ന് ചോദിക്കും, അവരെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചേക്കണ? അപ്പൊ പുള്ളി സിബ് തുറന്ന് കാണിച്ചിട്ട് പറയും, ദാണ്ട ഇവിടെയെന്ന്. നായ നീ വെള്ളത്തിലെടുക്കണം. ഫിർസിന്ത പാട്ടിട്ട് ഒന്നുകൂടെ കൊന്നാളെ നായ നിന്നെ. പുള്ളി സ്റ്റേഷനകത്ത് കയറി വന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പറയും അവന്റെ കൈ പിടിച്ചു വെട്ടാൻ. അത് കേട്ടത് അതെല്ലാം അനുസരിക്കാൻ കുറെ പോലീസുകാരും. അത്രയ്ക്ക് പവറാണ് ആശാൻ. ഈ സ്റ്റേഷനകത്ത് കയറി വന്നുള്ള മാസമാണ് ഗോൾഡ് സ്മഗ്ലിംഗ്, ബോംബെ അധോലോക നായകനെയൊക്കെ നമ്മൾ വേറൊരിടത്ത് കണ്ടിട്ടുണ്ട്. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. கேங்க கூட்டிட்டு வரவன் கேங்ஸ்டர், ஒத்தையா வரவன் മോൺസ്റ്റർ. അങ്ങനെ അവിടെ നിന്ന് അവരെ പൂട്ടിയിട്ടേക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച നായകൻ കൂടെ ഉള്ളവരെല്ലാം വെടിവെച്ച് തകർക്കുമ്പോൾ സ്വാഗിൽ ഇങ്ങനെ നടുക്കൂടി നടന്നൊക്കെ പോയി തന്റെ കണ്ണാടിയിൽ വീണ ചലം ഒരുത്തിന്റെ മുതുകത്ത് തുടച്ചു വെച്ച് വൺ പീസിലെ സാഞ്ചിയെ പോലെ ഒരു കാലിൽ തീയൊക്കെ കത്തിച്ച് വന്ന് ഈ സിനിമയിൽ ഒരുപാട് ആനിമെ റെഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ അതിമനോഹരമായിരുന്നു. ഇനി ഇതിനകത്ത് വെച്ച് നമ്മുടെ ഓമയില്ലേ, ഓമയുടെ ചേട്ടനെ അങ്ങ് വെടിവെച്ച് കൊല്ലും. അതായത് ഇവൻ നമ്മുടെ പ്രകാശ് രാജിന്റെ ഓൾഡ് പാർട്ണർ മൊട്ടയുടെ മകനാണ്, അതായത് ഓമയുടെ ബ്രദർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓമി അവരെ പിടിച്ചുകൊണ്ടുപോകുമ്പോഴത്തെ ഈ കൊച്ചിനെ വെടിവെച്ച് കൊല്ലും. അത് തന്നെ ഇവിടുത്തെ ഈ സീനെ കഴിഞ്ഞ് നേരെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ പുള്ളി കൊടയൊക്കെ പിടിച്ച് ആ മരണ വിട്ട് കയറി ചെന്ന ഡയലോഗ്, ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ, താൻ എന്നോട് ചോദിക്ക്, അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താനാരാണെന്ന്. അത് കഴിഞ്ഞത് ഇതൊന്നും പോരഞ്ഞിട്ട് ദുബായിൽ നിന്ന് വേറൊരു വില്ല വിളിക്കും. ആ RDX നിറഞ്ഞ കണ്ടെയ്നറിന്റെ മെയിൻ അവകാശം അവനാണ് അത്രേ. അതിനിടയിൽ നമ്മുടെ കടുവ കാണാനും വന്നു പോകുന്നുണ്ട്. എന്തിനാണ് ഇനി നമ്മുടെ അർജുൻ ദാസ് നമ്മുടെ ഓജിയുടെ കൊച്ചിനെ തട്ടിക്കൊണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ അർജുൻ ദാസിന്റെ അച്ഛനെ കൊന്നത് ഈ ഓജിയാണ് അത്ര. അതായത് നമ്മുടെ പ്രകാശ് രാജിന്റെ മൂത്ത മോൻ. അന്ന് കുഞ്ഞായിരുന്ന അർജുൻ ദാസ് അത് കണ്ട് ട്രോമ അടിച്ചിരിക്കുക. അപ്പൊ ഉള്ളിൽ പക ഇവൻ എങ്ങനെയെങ്കിലും തീർക്കണം. പുള്ളി ആ വിഷയത്തിന് ശേഷമാണ് ഇന്ത്യ വിട്ടു പോയതെന്ന്. അങ്ങനെ ഓജിനെ ലോറി ഇടിപ്പിച്ച് കടത്തുക. അപ്പൊ നോക്കുമ്പോഴേ അർജുൻ ദാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമെല്ലാം കൂടെ വന്ന് അവന്റെ തലയിൽ തന്നെ തോക്ക് വെച്ചിട്ട് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പറയും, നമ്മൾ നിനക്ക് വേണ്ടി ലോമയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കണേന്ന് പറയും. എടാ മരവാഴ, ഇത്രയും നാൾ ഞാൻ മറച്ചു വെച്ച ഒരു സത്യം ഞാൻ നിന്നോട് പറയട്ടെ. നിന്റെ അച്ഛൻ മരിച്ചത് അവൻ കാരണമെന്നുമല്ല, അയാൾ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഉസ്തിച്ചു ഇല്ലീഗൽ ഡ്രഗ് ബിസിനസ് ചെയ്തു, നമ്മളെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തു. ഇതും പറഞ്ഞൊരു വഴക്കുണ്ടായ ദിവസം അയാളെ ഒന്ന് പൂട്ടിയിട്ട് ഞാൻ വെളിയിൽ പോയപ്പോൾ കൊച്ചിലെ വെറും മരവഴയായിരുന്ന നീ അങ്ങേർക്ക് തോക്കെടുത്ത് കൊടുക്കുകയുണ്ടായി. ആ കൊടുപ്പിനിടയിൽ നിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ തോക്ക് പൊട്ടി അങ്ങേര് ചത്തത്. എന്ന് വെച്ച നീയാണ് ആ തന്തയെ കൊല്ലി. ആ കുറ്റം പാവം നമ്മുടെ പവനായി ഏറ്റെടുക്കുകയായിരുന്നു. ബോധമില്ലാത്ത നീ അങ്ങനെ കണ്ട് തെറ്റിദ്ധരിച്ചാണ്. ഇങ്ങനൊരു മണ്ടൻ. ഇതൊന്നും കൊണ്ട് സിനിമ തീരുന്നില്ല. ഇനി ജപ്പാനിൽ നിന്ന് അങ്ങ് റിട്ടയർഡ് യക്കൂസ ലീഡർ വരികയാണ് ഓജി അന്വേഷിച്ച്. ഓജി ആണെങ്കിൽ മുകളിൽ ദോശക്കല്ല് വെച്ചൊരു തോക്കുമായിട്ട് പുകയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരികയാണ്. എന്തിനാ സ്വന്തം പേരിങ്ങനെ വിളിച്ചു കൂവണ? ഇങ്ങനെ സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു മലയാളത്തിൽ. ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോപൻ. എന്തായാലും ഗംഭീരിനെ കുറച്ച് സമയത്തേക്ക് അവർ പിടിച്ചിരുത്തുകയാണ്. അല്ലെങ്കിൽ ഗംഭീരയുടെ മോളെ കൊന്നുകളയെന്ന് പറയും. അത് മാത്രമല്ല, ശരിക്കും നമ്മൾ സുദീപ് നായരല്ല ഇവളെ കൊന്നത്. അന്ന് ആ ഹോസ്പിറ്റലിനകത്ത് നമ്മുടെ ഇമ്രാൻ ഹാഷ്മി ഉണ്ടായിരുന്നു. പുള്ളിയാണ് അത്ര അവളെ വെടിവെച്ച് കൊന്നത്. എടാ അതിപ്പോ ആര് കൊന്നാൽ എന്ത്, എല്ലാം ഒരേപോലെ അല്ലേ, അവള് കത്തില്ലേ? എന്ത് ഡിഫറൻസ് ആണുള്ളത്? ഒരു ഡിഫറൻസും ഇല്ല. എന്തായാലും ഓമി ചാവേം ചെയ്യും. ദേഷ്യം വന്ന് ഇരിക്കുന്ന പുള്ളി കണ്ട. നിങ്ങൾ ഈ ഇമ്രാൻ ഹാഷ്മിയുടെ ഫൈറ്റ് സൂക്ഷിച്ച് നോക്കിക്കോണം. മുമ്പിൽ നിന്ന് കാണിക്കുമ്പോൾ അത് ഇമ്രാൻ ഹാഷ്മി, പുറകിൽ നിന്ന് മുടി നോക്കിയാൽ അത് ഏത് വെളിച്ചപ്പാടാ അത്. വീണ്ടും മുമ്പിൽ നിന്ന് ഇമ്രാൻ ഹാഷ്മി, പുറകിൽ നിന്ന് കാണിക്കുമ്പോൾ അത് വേറെ ഏത് വെളിച്ചപ്പാട്. ൂപ്പടുമ്പോഴത്തേക്ക് ഒരു മര്യാദ വേണ്ടേ? ഇത്രയും ഡീസന്റ് ആയിട്ട് ടെക്നിക്കലി ചെയ്തെങ്കിലും കുറെ ഭാഗത്തൊക്കെ ഇതുപോലെ കുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അർജുൻ ദാസ് വന്ന് ഓജസ് ഗംഭീരയുടെ മക്കളെയും ടീമുകളെയൊക്കെ രക്ഷിക്കും. ശേഷമാണ് ക്ലൈമാക്സ് ഫൈറ്റ്. എല്ലാരും കൂടി ഓജസിനെ കൊല്ലാൻ നോക്കുക. മാത്രമല്ല മുംബൈയിലെ പല സ്ഥലങ്ങളിൽ അവർ ബോംബും വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആ പ്ലാനും നടക്കൂലെന്ന് നമുക്കറിയാമല്ലോ. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ നമ്മുടെ ഓജസ് ഗംഭീരയുടെ നിഞ്ച ടീം വരികയാണ് ഗൈസ്. ഊഗി ആൻഡ് ദ കോക്രോച്ചസ്. പുള്ളിയങ്ങ് ജപ്പാനിലെ കിടിലാണ്. സ്വന്തമായിട്ട് കത്താനൊക്കെ ഉണ്ട്. കണ്ടാ നല്ല നീളമുള്ള വാള്. രാവിലെ ബ്രഷ് ചെയ്യാൻ വരെ സമുറായി വാളെടുക്കാറുണ്ട് അത്രേ. പുള്ളിയുടെ ടീം പോയി ബോംബെയിൽ ബോംബ് വെക്കാൻ നടന്ന എല്ലാ ടീമുകളെയും വധിക്കും. എന്നിട്ട് തലയെല്ലാം വെട്ടി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ആ ജനൽ ഒഴുകി താഴോട്ടെറിയും. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാമേ എന്തോ കാര്യമായിട്ട് പറയണ. കേട്ടറിവിനേക്കാൾ വലുതാണ്
ഇത്രയും നേരത്തെ തള്ളൊന്നും പോരാഞ്ഞിട്ട് അങ്ങ് ജപ്പാനിൽ നിന്ന് വന്ന യക്കൂസ മെമ്പർ പറയുകയാണ് ഇവ ഒറ്റയ്ക്ക് അങ്ങ് ജപ്പാനിൽ വന്നു. പണ്ട് യക്കൂസ ടീമിൽ സാമുറൈസിനെല്ലാം കൊന്നത് കാരണം എല്ലാ യക്കൂസകളെ ഇവ ഒറ്റയ്ക്ക് തീർത്തളഞ്ഞു. അതിന്റെ വാശി തീർക്കാൻ വേണ്ടിയാണ് അവന്മാർ അവിടെ നിന്ന് വന്നത്. പക്ഷെ ആ കഥ അതൊരു മറ്റൊരു കഥയാണ് ഗൈസ്. ഒക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുപാട് ആനിമെ റെഫറൻസ്, ജോൺ വിക്ക് റെഫറൻസ്, ഡെഡ് പൂൾ റെഫറൻസ്, KGF, റോക്കി എന്തിന് സ്റ്റീഫൻ നെടുമ്പള്ളി, വേണമെങ്കിൽ നമ്മുടെ രാജാതിരാജന മമ്മൂട്ടി റെഫറൻസ് വരെ ഇതിനകത്ത് നമുക്ക് കിട്ടും. കാരണം ഇത് കണ്ടു മടുത്തൊരു കഥയാണ് ഗൈസ്. ബട്ട് ദ എക്സെപ്ഷൻ ഈസ് ഈ കഥയൊക്കെ മേക്കിംഗ് സ്റ്റൈലിലൂടെയും സിനിമാറ്റോഗ്രാഫിയിലൂടെയും മ്യൂസിക്കിലൂടെയും ചെയ്താൽ ഒരു സ്വാഗുള്ള അടിപൊളി നടനുമാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും. ഇതിൽ എല്ലാ ഫാക്ടറും ഒരുമിച്ച് വന്നപ്പോൾ നമ്മുടെ പവനായി ശാവമായി പോയി. സോ ഗൈസ്, ഇത് എന്റെ അഭിപ്രായമാണ്. ഇതിനെ നിങ്ങളൊരു റോസ്റ്റ് ആയി കാണും. ഇതൊരു ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയായിരുന്നു. അതിനാൽ തന്നെ ഈ പടം തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വിഷ്വൽ എഫക്ട്സ്. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തേക്ക് ഇത് മതി. നമ്മൾ ഇനിയും കാണും. Thanks. Love you.